ഞാൻ എടുത്തി ആ അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോ തന്നെ നീ ആരാ എന്താന്ന് ആലോചിക്കാതെ തന്നെ ഞാൻ സമ്മതിച്ചു. അവളുടെ ഏട്ടനോട് നിങ്ങളുടെ കാര്യം പറയാൻ നിന്നതാ. പക്ഷേ എപ്പോ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാതായോ പിന്നെ നീ നല്ലവനാണോ മോശമാണോ എന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. ദയവായി ഒന്നും തെറ്റായിട്ട് കാണരുത്. ചേട്ടനത്തിന്റെ സമയമായി വരുന്നു. വരട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ നീ എന്താ പറഞ്ഞേ? വരട്ടെ എന്ന്. വരണ്ട പ്ലീസ്. ചുമ്മാരി ഏതാ? നീ ഈ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ ഫ്രണ്ട്സ് ആക്കിക്കോ. കോളേജിൽ പോകുമ്പോ ഉപകാരപ്പെടും കേട്ടോ. ഗണേഷ് വന്നേ. ഇല്ല, ബൈക്കിലേ വരുന്നുള്ളൂ. ഏയ് എന്റെ നല്ല അടി കിട്ടും. വാ. അയ്യോ, എന്റെ ബാഗ്. വിഷമിക്കാതിരിക്കുക അങ്കിൾ. എനിക്കറിയാം നിങ്ങൾ നല്ലവനാന്ന്. പക്ഷേ ആന്റിക്ക് അറിയില്ലല്ലോ. ഈ പ്രായത്തിൽ എത്ര നല്ല വാക്കുകളാ. ഇവൻ മോശമാ, ഇവന്റെ കൂടെ ചേരരുത്. ഈ പ്രായത്തിലും വയലെന്ന് വരുന്ന കേട്ടില്ലേ ഉപ്പ് ചാക്ക്. അവളോട് പോകാൻ പറ. ഇവളല്ലെങ്കിൽ വേറൊരാള്. ഓ, അപ്പൊ അവളെ തന്നെ വേണോ? ഞാൻ നാട് പോവാണ്. പക്ഷെ അതിനൊപ്പം നിന്നോട് സംസാരിക്കാനാ ഇത് റെക്കോർഡ് ചെയ്തു. ഞാനിതൊക്കെ എന്തിനാ ചെയ്തതെന്നൊന്ന് കേൾക്കും പ്ലീസ്. ഞാൻ ഇന്നിങ്ങനെ ആവാൻ കാരണം എന്റെ അച്ഛനാ. അദ്ദേഹം എന്റെ ഗോഡ് ഫാദർ. Teacher, don't insult me like this. My father is an efficient and busy businessman. He might have forgotten. ഇന്നലെ രാവിലെ കൂടി നിന്റെ പപ്പയോട് പറഞ്ഞതാണല്ലോ. അവരെന്താ അടയ്ക്കാത്തേന്ന് നീ തന്നെ ചോദിക്കേ. അന്ന് ആ ടീച്ചർ പറഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്റെ അച്ഛൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അച്ഛൻ സ്വന്തം കാറിന് എന്തിനാ വാടക കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്നും ബിസിനസ്സിനായി അച്ഛൻ ഓഫീസിൽ പോകുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അല്ല, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന അച്ഛൻ എന്തിനു 100-നും 200-നും അറിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. AC റൂമിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ എന്തിനാ ആ അടുപ്പിൻ ചുവട്ടിൽ വെന്തുരുകുന്നു എന്നെനിക്ക് മനസ്സിലായില്ല. ഒരു കാലത്ത് പോലീസും വക്കീലും അച്ഛന് സല്യൂട്ട് അടിക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ അവരുടെ പണിക്കാരനായത് എന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നല്ല ഭക്ഷണം തന്നിരുന്ന അച്ഛൻ എന്തിന് തൻ്റെ വിശപ്പ് സഹിച്ച് കഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഞങ്ങളെ ഒഴിപ്പിക്കുന്നവരെ ആട്ടിയിറക്കാതെ എന്തിന് അവരുടെ കാലിൽ വീണ് യാചിച്ചുവെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു. എന്തിനാ അച്ഛൻ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നേ? അച്ഛന്റെ ബിസിനസ്സിന് എന്താ പറ്റിയേ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ബിസിനസ്സിൽ വഞ്ചിച്ചു മോനെ. ബിസിനസ്സിനേക്കാളും എനിക്ക് നിന്നോടായിരുന്നു ഇഷ്ടം കൂടുതലും. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെട്ടത്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞാൽ നിനക്കത് വിഷമമാവുമെന്ന് കരുതി ഞാൻ വിറ്റ വീടിനും കാറിന് ഞാൻ ഇന്നും വാടക കൊടുക്കുന്നു. ഇതൊന്നും എന്നോട് പറയാതിരുന്ന എന്താ? നിന്റെ 5 വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ നീ എന്തുമാത്രം കരഞ്ഞു. അതിപ്പോഴും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ വീണ്ടും കരഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ എപ്പോഴും സന്തോഷവാനായിരിക്കണം മോനെ. ഒരുപാട് വലിയവനാവണം. അതിന് വേണ്ടത് പണമാണ്, പണം മാത്രം. നിന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം നീ ഒരുപാട് ഉയരങ്ങളിലെത്തിയതുപോലെയാണ്. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്ത് സ്വപ്നം അച്ഛാ? പറയാം മോനെ. എന്നും ഒരേ സ്വപ്നം. ലോകത്തിലെ മഹാന്മാരെല്ലാം ഉള്ളൊരു രാജ്യത്ത് വലിയൊരു ബംഗ്ലാവ്, കൊട്ടാരം പോലത്തെ. അവിടെ നീ എങ്ങനെയാ വരുന്നതെന്നറിയോ? ഒരു കോസ്റ്റ്ലി കാറിൽ. സെർവൻസ് ഓടി വന്ന് വാതിൽ തുറക്കുന്നു. ആ സ്യൂട്ട്, ആ കൂളിംഗ് ഗ്ലാസ്, ആ സ്റ്റൈലും, അമ്പമ്പമ്പമ്പോ. പിന്നെ
ഒരു വലിയ ഡൈനിങ് ഹാള്. അവിടെ നിന്നെ ഭക്ഷണം കഴിപ്പിക്കാനും പരിചരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സെർവൻസും മറ്റും ഉണ്ടാവും. ഒത്തിരി പേരോ? ആ അച്ഛനപ്പോ അവിടെ എന്ത് ചെയ്യും? അപ്പൊ ഞാനവിടെ ഇല്ല. ഞാനവിടെ എന്തിനാ? വേണ്ടച്ചാ, അച്ഛനില്ലാതെ എനിക്ക് ഒന്നും തന്നെ വേണ്ട. സ്വപ്നത്തിലും വേണം എനിക്ക് അച്ഛൻ. അച്ഛാ, ഇനി മുതൽ ഞാൻ എന്ത് പറയുന്നു അതുപോലെ അച്ഛൻ ചെയ്യണം. എന്താ ചെയ്യേണ്ടത് പറയേ? സത്യമായിട്ട് നീ പറയുന്നത് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? അച്ഛാ, എനിക്കിനി മുതൽ ഈ വലിയ വീട് വേണ്ട, കാർ വേണ്ട, സ്കൂൾ വേണ്ട, ട്യൂഷനും വേണ്ട. ഒരു മെക്കാനിക് എങ്ങനെ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു, അങ്ങനെ തന്നെ മതി എനിക്ക്. നമുക്ക് ഈ ചെറിയ വീട് മതി അച്ഛാ. എന്തെന്നാൽ എനിക്ക് അച്ഛനെ വേണം. അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വലിയ ആളായി മാറും അച്ഛന് വേണ്ടി. അച്ഛൻ എന്റെ കൂടെ ഉണ്ടായാൽ മതി. അച്ഛന്റെ സ്വപ്നങ്ങൾ ഞാൻ നടത്തി തരും. എനിക്കിനി അങ്ങനെ നടന്നാ മതി മോനെ. എന്നും ഞാൻ മരിച്ചു പോയാലും എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. വാ, ബിരിയാണി കഴിക്കേ. അച്ഛാ, ഇനി മുതൽ എനിക്ക് ബിരിയാണിയും വേണ്ട. എന്താ മോനെ, എനിക്ക് ഇതുപോലും വാങ്ങിത്തരാൻ കഴിയില്ലെന്നുണ്ടോ? ശരി, അച്ഛനും പാതി എനിക്കും പാതി. അച്ഛാ, എന്തിനാ അച്ഛൻ നമ്മുടെ ദേവരാജ് അങ്കിളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത്രയും കാലം പിടികൊടുത്തില്ല, ഇപ്പോഴാ പിടിക്കപ്പെട്ടത്. ദേവരാജ് അങ്കിൾ കള്ളനായിരുന്നു. ഇപ്പൊ നല്ലവരും കള്ളന്മാരും എന്നൊന്നും ഇല്ല മോനെ. പിടിക്കപ്പെട്ടവർ, പിടിക്കപ്പെടാത്തവർ, അത്ര തന്നെ. ഇന്ന് ഈ ലോകത്ത് ഒത്തിരി ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പിടിക്കപ്പെടുന്ന നാളുവരെ അവരും നല്ലവരാണ്. ഇപ്പൊ തന്നെ മോനൊന്ന് നോക്കിയേ. ഇന്നലെ വരെ അച്ഛനും നല്ലവനായിരുന്നില്ലേ? അച്ഛൻ എപ്പോഴും നല്ലവനാ. ഇവിടെ എറിയടാ. എടാ, എന്താണ് ചെയ്തേ? അയ്യോ, ദാടാ. എടാ, എണീക്കടാ. എണീക്കടാ. ദാടാ. മാറൻ. നീയൊക്കെ ശിവ, വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ. വേണ്ട ശിവ, പ്ലീസ് ശിവ, അച്ഛൻ പറയുന്നത് കേൾക്ക്. നീ കത്തി താഴെ. മോനെ ശിവ, നീ ആരെങ്കിലും കൊന്നാൽ എന്റെ ഈ സത്യയുടെ എടാ, കത്തി താഴെ. കത്തി താഴെടാൻ. നീ കത്തി താഴെ. വേണ്ട മോനെ. എടാ, നീ ആരെങ്കിലും കൊന്നാൽ എന്റെ ഈ സത്യയുടെ അവസ്ഥ എന്താവൂടാ? വേണ്ട മോനെ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എല്ലാരും പോയ മോനെ. അവര് പോയച്ചാ. ശിവ എവിടെ അച്ഛാ? വാ. ശിവ ആരാണച്ചാ? ചുമ്മാ പറഞ്ഞതാ മോനെ. നിന്നെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്ന് ആ ശിവയാണ് ഈ സത്യയെ രക്ഷിച്ചത്. എന്റെ അച്ഛൻ സൃഷ്ടിച്ച ശിവ എന്റെ മനസ്സിൽ ഉറച്ചുപോയി. ആ വഴക്ക് നടന്നപ്പോൾ ഏറ്റ അടിയുടെ ആഘാതത്തിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മയക്കം വരുമായിരുന്നു. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല. എന്നെ ആലോചിച്ച് എപ്പോഴും ദുഃഖിച്ചതിനാൽ അദ്ദേഹത്തിന് ഒരു പണിയും കൃത്യമായി ചെയ്യാൻ സാധിച്ചില്ല. ഇത് എന്ത് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയത്? സാൾട്ട് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടുത്ത് തിന്നു നോക്ക് നീ. ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, ഒന്നും പറഞ്ഞ ഇറങ്ങിപ്പോ. എല്ലാ ജോലിയും നഷ്ടപ്പെട്ടു. ജീവിക്കാൻ ബുദ്ധിമുട്ടായി. അച്ഛൻ എവിടെയും ആരും ജോലി കൊടുത്തില്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അച്ഛന് ഞാൻ ഇനി ഭാരമാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് വെൽഡിംഗ് വർക്ക്ഷോപ്പിലും ചായക്കടയിലും കുറച്ചു കാലം പണിയെടുത്തു. ഒരിക്കൽ എന്നെ അവിടെ കണ്ട് അച്ഛൻ തളർന്നുപോയി. അവസാനം ഞാൻ നിനക്കൊരു ഭാരമായി. എന്റെ സ്വപ്നങ്ങളെല്ലാം താറുമാറായി തകർന്നുപോയി മോനെ. ഇനി മുതൽ ഞാൻ പണിക്ക് പോയില്ലെന്ന് പറഞ്ഞതല്ലേ അച്ഛാ? പിന്നെന്തിനാ വിഷമിക്കണേ? പ്ലീസ് കരയല്ലേ അച്ഛാ. ഞാനിപ്പോ വിഷമിക്കണ്ടെങ്കിൽ
ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കൂ. എന്താണ് അച്ഛാ? സത്യമായിട്ട് ഞാൻ കേൾക്കാം അച്ഛാ. ഇനി മുതൽ മോൻ എന്നെ അച്ഛാന്ന് വിളിക്കാൻ പാടില്ല. എന്താ അച്ഛാ? നീ നന്നായിരിക്കണം എപ്പോഴും. അതിനുവേണ്ടി അച്ഛൻ പറഞ്ഞത്. അനാഥ കുട്ടിയാണ്. ഇത്രയും കാലം ഞാനാണ് നോക്കിയത്. ഇപ്പോൾ എന്നെ കൊണ്ടും കഴിയുന്നില്ല. നല്ല ഭാവിയുള്ള കുട്ടിയാ. നന്നായി പഠിക്കും. നിങ്ങൾ ഇവനെ ഏറ്റെടുക്കണം. പേരെന്താ കുട്ടിയുടെ? സത്യ. ഇതാ സാറോടൊന്ന് സൈൻ ചെയ്യണം. പ്രപഞ്ചം നീ, എന്റെ പ്രപഞ്ചം നീ. എന്റെ മോശം സമയം ഞാൻ ചെന്ന ആ ഇടവും എന്നെ സ്വീകരിച്ചു. ആ അനാഥാശ്രമം പോലീസ് വന്ന് ഒഴിപ്പിച്ചു. എന്നാൽ ആ സ്ഥലം ദാനം തന്ന ആളുടെ മകൻ ആ സ്ഥലം അയാളുടെ പേരിലാണെന്ന് ആധാരമുണ്ടാക്കി. നിയമവും പോലീസും അയാളുടെ കൂടെയാണ്. ഒരാഴ്ചക്കൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാരിക്കെട്ടി പൊയ്ക്കോളണം. ഇത് എനിക്ക് അവകാശപ്പെട്ട സ്ഥലമാ. എന്റെ കാലശേഷം ഇത് മറ്റൊരാൾക്ക് കിട്ടൂ. ശിവകുമാർ സാർ ഒത്തിരി അപേക്ഷിച്ച് നോക്കി. പക്ഷേ അയാളൊന്നും ചെവിക്കൊണ്ടില്ല. അയാൾ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിഞ്ഞ് അയാളുടെ വീട്ടിൽ പോയി കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അന്ന് ശിവകുമാർ സാറ് എന്തൊക്കെ ചെയ്തുവെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലായിരുന്നു. പക്ഷേ കൊലപാതകം നടന്നു. സത്യ സത്യ ഞാൻ തെറ്റെയ്തു മോനെ. ഇല്ല സർ, നിങ്ങൾ നല്ലവനാണ്. നല്ല കാര്യമാണ് ചെയ്തത്. ഇല്ല മോനെ, ഞാൻ കുറ്റവാളിയാ. ഞാൻ പാവം ചെയ്തവനാ. പിടിക്കപ്പെട്ടാലേ കുറ്റവാളിയാവും. നിങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല സർ. ഇല്ല മോനെ, ഞാൻ പോലീസിൽ സറണ്ടർ ആകും. അപ്പോ പിന്നെന്തിനാ സാരി കൊലപാതകം ചെയ്തേ? അപ്പോ പിന്നെ ആശ്രമത്തെ ആരെ രക്ഷപ്പെടുത്തും? നിങ്ങൾ ജയിലിൽ പോകരുത്. പോയാൽ ഞങ്ങൾ ശരിക്കും അനാഥരായി പോവും സാർ. പ്ലീസ് സാർ. സാർ, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ കണ്ടതാ സാർ. എന്റെ ഏട്ടൻ ശിവ റൂമിൽ നിന്നും കത്തിയുമായി പോകുന്നത് ഞാൻ കണ്ടു. ഇത്ര വലിയ കത്തിയാണ് സാർ. പക്ഷേ അവൻ ഇങ്ങനെ കൊല ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശിവ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നു സാർ. അവൻ ഭയങ്കര ദേഷ്യക്കാരനാ. സർ, ആ കുട്ടി അവന്റെ ചേട്ടനാണ് സർ. അവനെ കാണാൻ ഇവനെ പോലെ തന്നെയാണ് സർ. ശരിയാണ് സർ. സർ, ഈ ടിൻസ് ഇവിടെ ഒന്നിച്ചാണോ ചേർന്നിട്ടുള്ളത്? അതെ. ഓ, ഓക്കെ സാർ. ശിവയെ കിട്ടിയ തല്ലേന്നും ചെയ്യല്ലേ സാർ. അവൻ വളരെ പാവമാണ് സാർ. ഞങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കരയില്ലേ മോനെ, നീയും ശിവയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മോൻ വിഷമിക്കണ്ട. ഞാൻ അവനെ പിടിച്ചാലും തല്ലില്ല. താങ്ക് യു സാർ. എൻ്റെ അച്ഛൻ സൃഷ്ടിച്ച ആ ശിവയാണ് ഞങ്ങൾക്ക് ആ ആശ്രമം കിട്ടാൻ കാരണമായത്. ശിവയില്ലെങ്കിൽ ആശ്രമമില്ല. എന്നെ ആശ്രമത്തിൽ ചേർത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞുപോയ അച്ഛനെ ഞാൻ ദിവസങ്ങളോളം കാത്തിരുന്നു. എൻ്റെ കൂടെയുള്ളവരെ കാണാൻ പലരും ആശ്രമത്തിൽ വന്നുപോയി. പക്ഷെ അച്ഛൻ മാത്രം വന്നില്ല. ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയി. അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ Lots of servants. Big dining table. I am going to London. 2, 8, 6